മാത്രം എന്തെങ്കിലും സംഭവിച്ചാൽ കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇരിക്കേണ്ട ആവശ്യമില്ല. Even if you are a friend or a relative or you know about it, you are allowed to complain. So who is allowed to complain? If the person is incapacitated, a relative, a friend, a co-worker, any other officer, or any person who has knowledge of the incident can actually file a report. Now ഈ കംപ്ലൈന്റിൽ എന്തൊക്കെ കാണണം എന്നുള്ളതാണ് അടുത്ത പറയുന്നത്. കംപ്ലൈന്റിൽ ഡെഫിനറ്റ് ആയിട്ട് കാണേണ്ട കാര്യങ്ങൾ, ഒന്ന് ഇൻസിഡന്റ് ഡിസ്ക്രിപ്ഷൻ. ആ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ഡേറ്റ്, ടൈം, പേര്, നിങ്ങളുടെ വർക്കിംഗ് റിലേഷൻഷിപ്പ് ആൻഡ് എന്താണ് സംഭവിച്ചത് ഇൻ യുവർ ഓൺ വേർഡ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ICCക്ക് അയക്കുന്ന കംപ്ലൈന്റിൽ നിങ്ങൾ എഴുതേണ്ടത്. ഇനി കമ്മിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് പ്രതീക്ഷിക്കാം? ഫസ്റ്റ് ഓഫ് ഓൾ, വി ആർ ഓൾ ട്രെയിൻഡ് ആൻഡ് സ്കിൽഡ്, വി ആർ വെരി കോമ്പിറ്റന്റ് ഇൻ സോൾവിങ് സച്ച് പ്രോബ്ലംസ്. നമ്മളെല്ലാവരും ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം നമുക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ടൈം ബൗണ്ട് ആയിട്ടുള്ള പ്രോസസ് ആയിരിക്കും. അതായത് ഇങ്ങനെയുള്ള കംപ്ലൈന്റുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന് വെച്ചുകൊണ്ടിരിക്കില്ല. നമുക്ക് കൃത്യമായ നിയമങ്ങളുണ്ട്. 3 ദിവസത്തിനുള്ളിൽ നമ്മൾ ഇത് നടത്തും, 5 ദിവസത്തിനുള്ളിൽ ഇന്റർവ്യൂ നടത്തും, 9 ദിവസത്തിനുള്ളിൽ വിതിൻ 90 days ആക്ച്വലി നമുക്ക് ചിലപ്പോൾ ഇത് ഒരു സീരിയസ് ഒഫൻസ് ആണെങ്കിൽ ഒരു പക്ഷേ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യേണ്ടി വരും. എല്ലാ വർഷവും അറ്റ് ദി എൻഡ് ഓഫ് എവറി ഇയർ നമ്മൾ ഡിസ്ട്രിക്ട് ഓഫീസറിന് നമ്മുടെ പോസ്റ്റ് റിപ്പോർട്ട് കൊടുക്കും. അപ്പം ഒരു പക്ഷേ FIRൽ കൊടുക്കാത്ത പല കാര്യങ്ങൾ പോലും ഇൻസിഡന്റ് ആയിട്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളതെല്ലാം DOന്റെ ഓഫീസിലോട്ട് നമ്മുടെ ആനുവൽ റിപ്പോർട്ടിൽ നമ്മൾ ഫയൽ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഇതൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുക. ടൈമിൽ നമ്മൾ കാര്യങ്ങൾ നടത്തും. നമ്മൾ കംപ്ലീറ്റ്ലി കോൺഫിഡൻഷ്യൽ ആയിട്ടായിരിക്കും ഇത് ഹാൻഡിൽ ചെയ്യുക. അത് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കേസിന്റെ സംഭവമോ അതിൽ എന്താണ് നടന്നത്, ആരൊക്കെയാണ് ഇൻവോൾവ് ചെയ്തതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ പുറത്തു വിടില്ല. പിന്നെ ഉറപ്പായിട്ടും ഇങ്ങനൊരു കേസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കംപ്ലൈനന്റിന് ഒരു പ്രശ്നവും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് നമ്മൾ എടുക്കും. കൗൺസിലിംഗ് ആവശ്യമാണെങ്കിൽ അത്, അല്ലാത്ത എന്തെങ്കിലും രീതിയിലുള്ള ഹെൽപ്പോ, ഇനിയിപ്പോ നാളെ ക്രിമിനൽ പ്രൊസീഡിങ്സിന് പോകുവാണെങ്കിൽ അവിടെ വന്ന് നിങ്ങളുടെ സൈഡ് പറയാനും നടന്നത് എന്താന്ന് പറയാനും ഒക്കെ നമ്മൾ ICC ഹെൽപ്പ് ചെയ്യും. ഇനി കംപ്ലൈന്റ് പ്രോസസ് ശരിക്കും പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഒരു 6 stage പ്രോസസ്സാണ്. ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കംപ്ലൈന്റ് കിട്ടും. അടുത്തത് കംപ്ലൈന്റിന് ആരെങ്കിലും തിരിച്ചൊരു അക്നോളജ്മെന്റ് അയക്കും. നമുക്ക് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടെന്ന് നമ്മൾ അക്നോളജ് ചെയ്യും. അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ കംപ്ലൈന്റ് തന്ന ആളെ നേരിട്ട് മീറ്റ് ചെയ്തിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും എന്താണ് സൊല്യൂഷൻ വേണ്ടത്. നിങ്ങൾക്കൊരു ഫോർമൽ സൊല്യൂഷൻ ആണോ വേണ്ടത്, ലൈക്ക് ഗോ ടു ദ പോലീസ് ഓർ സംതിങ്, ഓർ ഒരു ഇൻഫോർമൽ സൊല്യൂഷൻ. മേ ബി സംടൈംസ് പീപ്പിൾ ജസ്റ്റ് വാണ്ട് ദി അതർ പേഴ്സൺ ടു റിയലൈസ് ദാറ്റ് ഹി ഹസ് മെയ്ഡ് എ മിസ്റ്റേക്ക് ആൻഡ് ഹി വുഡ് നെവർ ഡു ഇറ്റ് അഗൈൻ. അപ്പൊ നമ്മൾ അവരുടെ അടുത്ത് നിന്ന് മനസ്സിലാക്കും നിങ്ങൾക്ക് എന്താണ് ഐഡിയൽ സൊല്യൂഷൻ, ഒരു കേസാണോ അല്ലെങ്കിൽ ഇൻഫോർമൽ ആണോ എന്ന് മനസ്സിലാക്കും. മൂന്നാമത്തത് ഇൻഫോർമൽ മെക്കാനിസം. ഫോർമൽ മെക്കാനിസത്തിലൂടെ നമ്മൾ സംസാരിക്കും. ഈ റെസ്പോൺസ് എല്ലാം നമ്മൾ കളക്ട് ചെയ്യും. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാനിങ് കെയർഫുള്ളി ആണ്. ഈ സ്റ്റേജിലായിരിക്കും നമ്മളൊരു റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ഫയലിംഗ് ഒക്കെ ചെയ്ത് ഇന്ന സംഭവങ്ങളൊക്കെയാണ് നടന്നത്, അതിന് എന്തെങ്കിലും എവിഡൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ കളക്ട് ചെയ്യും. അടുത്തതെന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂ സ്റ്റേജ് ആണ്. ഈ സ്റ്റേജിൽ നമ്മൾ കംപ്ലൈനന്റിന്റെ അടുത്തും ഈ കംപ്ലൈന്റ് ആർക്ക് നേരെയാണ് റെസ്പോണ്ടന്റ് അവർക്ക് വേണ്ടിയിട്ടും, ആരെങ്കിലും ഇത് നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടോ വിറ്റ്നസ്, അവരുണ്ടെങ്കിൽ അവരെയും എല്ലാവരെയും നമ്മൾ നേരിട്ട് മീറ്റ് ചെയ്തിട്ട് ഇവരുടെ എല്ലാവരുടെയും ഇന്റർവ്യൂ നടത്തി നമ്മൾ റിപ്പോർട്ട് കളക്ട് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ റീസണിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെയുള്ള നമ്മുടെ കയ്യിലുള്ള എല്ലാ പ്രൂഫും, നമുക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും വെച്ച് നമ്മൾ സിറ്റുവേഷൻ അനലൈസ് ചെയ്യും. എന്നിട്ട് നമ്മളൊരു ടൈം ലൈനും എന്താണ് ശരിക്കും നടന്നത്, സീക്വൻസ് ഓഫ് ഇവന്റ്സ് എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യും. പിന്നെ പോലീസ് ചെയ്യുന്ന പരിപാടി, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതിൽ ആരെങ്കിലും പറഞ്ഞതിൽ തെറ്റുണ്ടോ തെറ്റില്ലേ, പറഞ്ഞതെല്ലാം സെയിം ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു റെക്കമെൻഡേഷൻ പറയും. എൻ്റെ റെക്കമെൻഡേഷൻ ഇതാണ്, അല്ലെങ്കിൽ നമ്മുടേതായ റെക്കമെൻഡേഷൻ. ഇറ്റ് കുഡ് ബി ടു മേ ബി ഫയർ സംബഡി ഓർ എൻഷുർ ദാറ്റ് ദ റോൾ ഇസ് ചേഞ്ച്ഡ് ഓർ ദ ട്രാൻസ്ഫേർഡ് ഓർ സംതിങ്. അപ്പൊ ആ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് എന്ത് രീതിയിലുള്ള ഒരു ഇൻഫോർമൽ ആണെങ്കിൽ മാത്രം കേട്ടോ. ഇതിപ്പോ ഒരു സീരിയസ് കേസ് ആണെങ്കിൽ നമ്മൾ ഒരു പക്ഷെ അടുത്ത സ്റ്റേജിൽ റിപ്പോർട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞ ഉടനെ നമ്മൾ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യുമായിരിക്കും. നമ്മൾ റെക്കമെൻഡേഷൻ കൊടുക്കില്ല.
പക്ഷെ ഒരു ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ്ഗ്രഷൻ പോലുള്ള ഒരു കാര്യമാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ സംസാരിച്ചിട്ട് എന്താണ് ഇതിലൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു റെക്കമെൻഡേഷൻ പറയും. അത് രണ്ടുപേർക്കും അക്സെപ്റ്റബിൾ ആണെങ്കിൽ വി വിൽ ഹെൽപ്പ് ഡു ഇറ്റ്. ആൻഡ് ഏറ്റവും ഫൈനൽ സ്റ്റെപ്പാണ് നമ്മുടെ റിപ്പോർട്ട്. അപ്പൊ ഈ റിപ്പോർട്ട് ഒരു ബിഗ് പാർട്ടാണ്. ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ ഈ റിപ്പോർട്ട് എല്ലാ വർഷവും അവസാനം നമുക്ക് ഡിഒയുടെ ഓഫീസിൽ സബ്മിറ്റ് ചെയ്യാനുള്ളതാണ്. ടൈം ലൈൻസ് ഞാൻ നേരത്തെ പറഞ്ഞു. കംപ്ലൈന്റ് എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം. ഇപ്പൊ ഞാൻ വിതിൻ 3 months ആണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനൊരു ഇൻസിഡന്റ് നടക്കുവാണെങ്കിൽ വിതിൻ 3 months നമുക്ക് കംപ്ലൈന്റ് കിട്ടണം. കംപ്ലൈന്റ് കിട്ടിയാൽ 7 ദിവസത്തിനുള്ളിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യും. ഇൻക്വയറി നമ്മൾ 90 days. 90 days ഒക്കെ പറയുന്നത് ചിലപ്പോൾ ഒരു വലിയ ഇലാബറേറ്റ് പ്രോബ്ലം, ഒരു വലിയൊരു പ്രശ്നം, കുറെ ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്യാനുണ്ട്, കുറെ എവിഡൻസ് കളക്ട് ചെയ്യാനുണ്ട് എന്നൊക്കെ ആണെങ്കിൽ 90 days വരെ മാക്സിമം എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഡിഒയുടെ ഓഫീസിലോ ICCയിലോ LCCയിലോ റിപ്പോർട്ട് വെക്കേണ്ടത് വിതിൻ 10 days ആണ്. പിന്നെ റെക്കമെൻഡേഷൻ എല്ലാം നമ്മൾ കൊടുത്ത റെക്കമെൻഡേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒരു 60 ദിവസം ഉണ്ട്. ഇനി ഇതിൽ ഹാപ്പി അല്ലെങ്കിൽ കംപ്ലൈന്റിനോ റെസ്പോണ്ടന്റിനോ അപ്പീലിന് പോകാവുന്നതാണ് വിതിൻ 90 days.